ഈ വീട്ടിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ആദ്യത്തെ സംഭവം ഇതായിരുന്നു ഞാൻ പൊട്ടിക്കരഞ്ഞു. ആൻഡ് എനിക്ക് ഓ മൈ ഗുഡ്നെസ്, ദിസ് ഈസ് ദ ഡ്രീം ഹൗസ് വാട്ട് ഐ വാണ്ടഡ്. കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ആ എന്തൊരു രസമാണ്. ആംബിയൻസ്, പോസിറ്റിവിറ്റി. ഇവിടെ ഉറങ്ങുമ്പോൾ ഐ ഫീൽ സോ പീസ്ഫുൾ. The ambience is beautiful, and yes, the construction is amazing, the ambience is amazing, and the positivity. Everybody in this house comes in and they say, wow, we want to live in your house. ഓട്ടോമേറ്റഡ് ഗ്ലാസ് ആണ്, ലൈക്ക് അടയ്ക്കാൻ പറ്റും, നമുക്ക് റൂഫ് കവർ ചെയ്യാൻ പറ്റും. റൂഫ് കവർ ചെയ്യാൻ പറ്റും, മഴ പെയ്യുമ്പോൾ അടച്ചിടാം. അല്ലാത്ത ടൈമിൽ ഫുൾ ഓപ്പൺ ആണ്. ഇങ്ങനെ മരം നമുക്ക് ഇതിലേക്ക് കയറി പോയി മാങ്ങ പറിക്കാൻ വേണമെങ്കിൽ സീസൺ ആകുമ്പോൾ ഇതിലേയും പോകാം. നല്ല സീസൺ ആകുമ്പോൾ മാമ്പഴമൊക്കെ വീടിൻ്റെ നടുമുറ്റത്ത് വീഴുമായിരിക്കും അല്ലേ? വീഴും. എന്തൊരു ഭംഗിയായിരിക്കും. ഇവിടുന്ന് ഈ സ്റ്റെയർ പോയിരിക്കുന്നുണ്ടോ, ആ മരത്തിന്റെ 2 ബ്രാഞ്ചസിന്റെ ഇടയിൽ കൂടെയാണ് അടുത്ത ഫ്ലോറുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്റ്റെയർ പോയിരിക്കുന്നത്. സച്ചിൻ, പിഞ്ചു, നമ്മൾ എവിടെയാണ് മോളെ? നമ്മള് ഇരിങ്ങാലക്കുടയിലെ നടവരമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാവ് കാണാൻ വന്ന. ഒരു കാവ് സന്ദർശിക്കാൻ വന്നതാണ്. കാവ് എന്ന് പറഞ്ഞാൽ ഈ കാവിന്റെ പേര് ശിവോഹം എന്നാണ്. അതായത് ഒരു കാവ് പോലുള്ള ഒരു വീട്. കാവ് എന്ന് പറയുമ്പോൾ വെറും കാവ് നമ്മൾ വിചാരിക്കും കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ, വീടിന്റെ ഉള്ളിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്. ഇതൊന്നല്ല കേട്ടോ, വീടിന്റെ ഉള്ളിൽ വലിയൊരു ഒത്ത മാവ് തന്നെ നിൽക്കാണ്. ആ മാവിനെ ചുറ്റിപ്പറ്റിയാണ് ഈ വീട് മൊത്തം പണിതിരിക്കുന്നത്. അതെ, ശരിക്കും ഒരു കാവ് പോലത്തെ ഒരു ഫീലാണ്. ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് മോഡേൺ അമ്യൂണിറ്റീസും ട്രഡീഷണൽ എലമെന്റ്സും കൂടെ കൂടി ചേരുന്ന ഒരു പെർഫെക്റ്റ് കോംബോ ആണ് ഈ വീട്. കാണുമ്പോൾ ഈ വീട് ട്രഡീഷണൽ ആണെങ്കിലും ഈ വീട്ടിൽ എല്ലാ മോഡേൺ അമ്യൂണിറ്റീസും ഉണ്ട്. അതെങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വന്നു എന്നുള്ളതാണ് ഇതിന്റെ സർപ്രൈസ് എലമെന്റ്. കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ വീട്. ഈ വീടിന്റെ ആർക്കിടെക്റ്റിനെ പരിചയപ്പെടാം. അപ്പോൾ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്, അങ്ങനെ തുറക്കുക. പഠിപ്പുര കടന്നു വേണം ആളുകൾ വരാൻ. നരസിംഹത്തിലല്ല 6-ാം നമ്പറിന്റെ മോഹൻലാൽ വരുന്നത്. അത് മ്യൂസിക് ഇടണോ? അർജുൻ ജോഷി. നമ്മൾ ഒരുപാട് വീടുകൾ അർജുൻ ജോഷി ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം മറ്റൊരു വീട് നമ്മൾ ചുമ്മാ ഒന്നും ചെയ്യില്ല, ഞെട്ടിക്കുന്ന വീടുകളെ ചെയ്യുള്ളൂ. എല്ലാ വീടുകളും നല്ല വൈറലായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു വൈറലാകാൻ പോകുന്ന വീടാണ്. അർജുൻ ജോഷി, പറയൂ, എങ്ങനെയാണ് ഈ ശിവോഹത്തിന്റെ കഥ? ശിവോഹം ലൈക്ക് ഇവിടെ പഴയൊരു വീടുണ്ടായിരുന്നു ആക്ച്വലി. സോ ക്ലയന്റ് ഞങ്ങളെ വിളിക്കുമ്പോൾ ഒരു കുറച്ചും കൂടി കേരള ടച്ചും അങ്ങനത്തെ ഉള്ള വീടായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ കുറച്ച് സൈറ്റ് വിസിറ്റിന്റെ ടൈമിൽ നോട്ട് ചെയ്തത് ലൈക്ക് പുള്ളിയുടെ ഒരു IT പ്രൊഫഷനാണ്, കുറേ ട്രാവൽ ചെയ്യുന്ന ആളാണ്. പിന്നെ അതേപോലെ തന്നെ പഴയൊരു വീട് കണ്ടപ്പോൾ കുറച്ചുകൂടി സ്പിരിച്വലി റൂട്ടഡ് ഫാമിലിയാണ്. ലൈക്ക് പല പല സ്പേസസ് കറക്റ്റ്ലി എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്, ചില ഫോക്കസ് ചെയ്യണതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ ആളുടെ റിക്വയർമെൻ്റ് ആയിരുന്നു, ലൈക്ക് മെയിൻ റിക്വയർമെൻറ്റ് ഒരു മരങ്ങളും കാര്യങ്ങളൊന്നും മുറിക്കാൻ പാടില്ല, പിന്നെ അതേപോലെ തന്നെ ഭയങ്കര കണക്റ്റഡ് ടു നേച്ചർ ആവണം, അതൊക്കെയായിരുന്നു. സോ ഇതാണ് ഒരു വലിയ എക്സാമ്പിൾ. ഈ പഠിപ്പുര തന്നെ അങ്ങനെയാണ് വന്നത്. അവിടെ ഒരു പേര് നിൽപ്പുണ്ടല്ലേ? ഒന്നും കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല 2 എൻട്രി കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പഠിപ്പുര പോലെ തന്നെ ലൈക്ക് ഒരു തുളസിത്തറയുണ്ട്. അതെ, തുളസിത്തറയുണ്ട്. അതിൽ വിളക്കും കാര്യങ്ങളും വെക്കും. നെക്സ്റ്റ് വൺ കാറിന് പാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വേറൊരു എൻട്രി കൊടുത്തു. ഇങ്ങനെ വരാം. അതെ, ഇങ്ങനെ വന്നു. ഒരു മുറ്റമാണ്. മുറ്റം നമ്മൾ സ്റ്റോൺ ചെയ്തിട്ടുണ്ട്, സ്റ്റോൺ പേവിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഒരു മാച്ചിങ് ആയിട്ട് വെട്ടുകളുടെ നമ്മുടെ ഒരു കേരള ട്രഡീഷണൽ ഒരു എലമെന്റ് ആണല്ലോ. അതെ, അങ്ങനെയാണ് കയറി പോകേണ്ട ആ ഒരു ട്രാൻസിഷനും കാര്യങ്ങളും. 3 കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിലാണ് ഇൻ ബിറ്റ്വീൻ ആണ് സിറ്റ് ഔട്ടും കാര്യങ്ങളും. 3 കാർ പാർക്കിങ്ങോട് കൂടിയിട്ടുള്ള എക്സ്റ്റീരിയർ പാർട്ടാണ്. അതെ, അവിടെ ഇങ്ങനെ ഇരിക്കാം. ഒരുപാട് സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. തനി പഴയ തറവാടുകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള. എക്സാക്ട്ലി, പരിക്കാശ്ശേരി മന. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ വീട്ടുകാർ ഇവിടെ തന്നെ ഉണ്ട്. ശിവോഹത്തിലെ കുടുംബാംഗങ്ങളാണ് ഈ ഇരിക്കുന്ന മുഴുവൻ. നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാം. എല്ലാം കൂടെ കയറല്ലേ? അപ്പോൾ ഇതാണ് ശരൺ. നമസ്കാരം. ദീപ്തി അമ്മയാണ്. അമ്മയുടെ പേര് ഗീത. എന്താ ചെയ്യുന്നത്? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ബാംഗ്ലൂരാണ് ആക്ച്വലി എൻ്റെ ബേസ്. പക്ഷേ കോവിഡ് സമയത്ത് നാട്ടിലോട്ട് വന്നു. ഇപ്പോൾ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. വളരെ കറക്റ്റ് സ്ഥലമാണ്. ഇപ്പോൾ യാതൊന്നും മിസ് ചെയ്യുന്നില്ല. ബാംഗ്ലൂരിലേക്ക് പോകാനേ താല്പര്യമില്ല. നമ്മൾ ഒരു കാലത്ത് ഒരു ശരാശരി മലയാളിയുടെ സ്വപ്നം, ഡ്രീം എന്നൊക്കെ പറയുന്ന നാടും അതിൻ്റെ വീടും പഠിപ്പുരയും എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥലമായിരുന്നു കാവും. അപ്പൊ അങ്ങനെ ഒരു വീട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയ പണ്ടത്തെ ഒരു 65 വർഷം പഴക്കമുള്ള വീടായിരുന്നു അത്. ആ കോവിഡ് സമയത്താണ് നമ്മൾ നാട്ടിലേക്ക് വന്നത്. അവിടെ എനിക്കൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഫുൾ അടച്ചിട്ട് നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് ശരിക്കും ലോക്ക് ആയിരുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. പക്ഷെ ഇവിടെ വന്ന് ഇവിടെ തന്നെയായിരുന്നു അന്ന് എല്ലാം വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ വർക്ക് ചെയ്തിരുന്നു. 1.5 വർഷം അങ്ങനെ തന്നെ പോയി. പിന്നെയാണ് ഒരു വീട് ഒന്ന് കുറച്ചുകൂടി വലുതാക്കാൻ കാരണം. ആ വീട്ടിൽ നമുക്ക്
അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഇല്ല. നമുക്ക് ബെഡ്റൂമിൽ ഇരുന്ന് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുള്ള പലിശയും കൂട്ടുപലിശയും തീർത്ത് ഒരു വീടങ്ങ് ഉണ്ടാക്കി. വീടപ്പം ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ വേറെ എവിടെ പോയാലും നമുക്ക് വീട്ടിൽ തിരിച്ചു വരുന്നതാണ് സന്തോഷം. ഒന്നും പറയാനില്ല, ഇല്ല. അത്രയൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. എന്താ ചെയ്യുന്നത്? ഞാൻ KG കോർഡിനേറ്റർ ആണ് ക്രിസ്ത്യൻ പബ്ലിക് സ്കൂളിൽ. ആഹാ, അടിപൊളി. പിന്നെ മക്കള് ആരവ് വിവിക്, മൂത്താള് 7ാം ക്ലാസ്. ആരവ് വിവിക്ത്, അവന്റെ ലാസ്റ്റ് ലെറ്ററിന് സ്റ്റാർട്ട് ചെയ്തു. ആരവ് വിവിക്. ഓ, അച്ഛൻ അച്ഛൻ. അതിരിക്കുന്നത് നമ്മുടെ ആർക്കിടെക്ട്, അത് ഈ വീട്ടിലെ ആളല്ല. അപ്പോൾ നമ്മൾ അകത്തളത്തിലെത്തി. ഇതാ കണ്ടോളൂ, ശിവന്റെ ഒരു പ്രതിഷ്ഠ അവിടെ കൊടുത്തിട്ടുണ്ട്. അതെ, വലിയൊരു രൂപമാണ് കൊടുത്തിട്ടുള്ളത്. മരത്തിൽ ചെയ്താണ്, മരത്തിൽ ചെയ്തതാണ്, ഉണ്ടാക്കിയെടുത്തതാണ്. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ വീടിന്റെ പേര് വന്നിരിക്കുന്നത്, ശിവോഹം. ശിവോഹം. ശരിക്കും അതിന്റെ പുറകിലേക്കാണ് നമ്മുടെ കാവും വിളക്ക് വയ്ക്കുന്ന സ്ഥലവും ഒക്കെ വന്നിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒരു വൈഡ് ഫ്രെയിമിൽ നമ്മൾ എന്തൊക്കെയാ കാണുന്നതുണ്ടോ. പ്ലാനിങ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ലിവിങ്ങും ഡൈനിങ്ങും. അപ്പോൾ ഇവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഇവർക്ക് ഏത് സ്പേസിനാണെങ്കിലും ഒരു ഗ്രീൻ സ്പേസ് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ട്രീസ് ഒന്നും കട്ട് ചെയ്യണ്ടെന്നുള്ളൊരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്കൊരു ആശയം തോന്നിയത്, എന്തുകൊണ്ട് മരം തന്നെ ഉള്ളിലേക്ക് വന്നുകൂടാന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു സ്പേസ് ഡെവലപ്പായി വന്നത്. നമുക്ക് മെല്ലെ നടക്കാം. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യം ഈ സ്ഥലം കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകും. അതായിരിക്കും നല്ലതല്ലേ? അതെ. ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും ഒരു പ്രദക്ഷിണത്തിലുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത് അല്ലേ? അതെ. ശരിക്കും ശിവന്റെ പുറകിലായിട്ടാണ് നമ്മുടെ വിളക്ക് വയ്ക്കുന്ന പൂജാ സ്പേസ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളും ആ ഒരു പ്രെയർ ഏരിയ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് അങ്ങനത്തെ ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു കൽവിളക്ക് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇതാണ് അവിടെ മാവ് വരുന്നത് കേട്ടോ. നല്ല മാമ്പഴമുള്ളൊരു മാവാണെന്നാണ് പറഞ്ഞത്. അതെ. അതുകൊണ്ടാണ് ഇതാ മയിൽപ്പീലി അങ്ങനെ എന്തോ ഒരു ഇനത്തിന്റെ പേരും പറഞ്ഞു. നാടൻ ഇനമാണ്, അതുകൊണ്ടാണ് വെട്ടിക്കളയേണ്ടിരുന്നത്. അതുകൊണ്ട് ടേസ്റ്റുള്ള സാധനം പിന്നെ കിട്ടത്തില്ല. ഈ മാവിന് ചുറ്റും ഇരിക്കാം, ഇരിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടോട്ടലി ഒരു ലഷ് ഗ്രീൻ ആയിട്ട് തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു കാവിന്റെ കോൺസെപ്റ്റ് നമ്മൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രീപ്പേഴ്സ് ഇറങ്ങുന്നുണ്ട്, ഫേൺസ് ഉണ്ട്, ആ ഒരു ഗ്രീൻ സ്പേസ് എല്ലാ ടൈപ്പും ഉണ്ട്. ഈ ഒരു 3 ഹൈറ്റ് ഉള്ളത് കാരണം ലൈക്ക് മാക്സിമം വെന്റിലേഷനും അതേപോലെ ലൈറ്റും കിട്ടണം ഈ പ്ലാന്റ്സിനൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചുറ്റും ഓപ്പണിങ്. മുകളിൽ നമുക്ക് ഓട്ടോമേറ്റഡ് ഗ്ലാസ് ആണ്, ലൈക്ക് അടയ്ക്കാൻ പറ്റും. നമുക്ക് റൂഫ് കവർ ചെയ്യാൻ പറ്റും. റൂഫ് കവർ ചെയ്യാൻ പറ്റും. മഴ പെയ്യുമ്പോൾ അടച്ചിടാം. അല്ലാത്ത ടൈമിൽ ഫുൾ ഓപ്പൺ ആണ്. കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. ഡ്രിപ്പ് ഇറിഗേഷനും ബാക്കി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ആ മാവിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് അല്ല, പക്ഷെ മാവെ കിട്ടിത്തൂക്കിയല്ലേ? അതെ. എല്ലാം നാച്ചുറൽ എലമെന്റ്സ് ആണ്. ഇത് നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ്, പെബിൾസ് യൂസ് ചെയ്തു. പിന്നെ ആ ഒരു എന്താ പറയുക, കാഴ്ചയിൽ മാത്രമല്ല നമുക്ക് കേൾവിയിലും ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അങ്ങനെയാണ് ഒരു ഫൗണ്ടൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഒരു കോയ് പോണ്ട് ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്നുണ്ട്. ഒരു കാട്ടരുവി ഒഴുകുന്ന ഫീലായിരിക്കും ഉണ്ടാവുക ഇല്ല? കാവിനടുത്തൂടെ ഒഴുകുന്ന ഒരു ചോല, അത് ഫീലായിരിക്കും ശബ്ദം ഉണ്ടാവുക. അങ്ങനെ ഒരു ഗംഭീര സ്പേസ് ആണ്. പിന്നെ കുറെ ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇത്രയും ഒക്കെ ഗ്രീൻ സ്പേസും കാടും ഇതൊക്കെ നിറച്ചിവിടെ പാമ്പ് കയറില്ല. കംപ്ലീറ്റ്ലി സെക്യൂർഡ് ആണ്. എവിടെയും അങ്ങനെ ഔട്ട്ഡോർ സ്പേസ് ഒന്നുമില്ല. പിന്നെ ഈ ഒരു പ്ലാനിങ്ങിനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്പേസ് ആണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. സോ മാസ്റ്റർ ബെഡ്റൂമിൽ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് ലൈക്ക് ആ ഒരു പാസേജ്, ഒരു ലൈക്ക് കേർവ്ഡ് ആയിട്ടുള്ള ഒരു പാസേജ്, അത്യാവശ്യം വലിയ വിൻഡോസ്. ഈ ഒരു വീടിന്റെ പ്ലാനിങ് നോക്കുകയാണെങ്കിലും എല്ലാ റൂംസും ഇതിന് പ്ലേസ്ഡ് ആണ്. ഇപ്പോൾ ഡൈനിങ് ആണെങ്കിലും ഇത് പാരൻസ് ബെഡ്റൂം വരുന്നുണ്ട്, മാസ്റ്റർ ബെഡ്റൂം വരുന്നുണ്ട്, മുകളിൽ ഗസ്റ്റ് ബെഡ്റൂം, പിന്നെ വർക്ക് സ്റ്റേഷൻ, അങ്ങനെ എല്ലാം ഈ ഒരു ഇതാണ് നമ്മുടെ കോർ സ്പേസ് വരുന്നത്. വീടിന്റെ ഹൃദയം ഇതാണ്. യെസ്, പറഞ്ഞാൽ അർജുന്റെ വീടിന്റെ പേര് ഹൃദയമാണ്. ചെറിയൊരു തുളസി തറ പോലൊരു തറ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്താണ് അവിടെ ചെടി വെച്ചിരിക്കുന്നത്? ലൈക്ക് ഇവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ സൈഡിൽ ഞങ്ങൾ സ്റ്റെയർസിന്റെ ഇടയിൽ ഒരു ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തിണ്ണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചില ടൈമിൽ അത് അയണിങ് സ്പേസ് ആയിട്ട് മാറാറുണ്ട്. മൾട്ടിപർപ്പസ് ഏരിയ. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓപ്പൺ ആണ്, ഗ്ലാസ് ഉണ്ട്, ഗ്രില്ലും ഉണ്ട്. ബട്ട് മോസ്കിറ്റോ നെറ്റും കാര്യങ്ങളൊക്കെ എല്ലാം സെക്യൂർഡ് ആണ്. അങ്ങനെ എന്താ പറയാ, മോസ്കിറ്റോസും കാര്യങ്ങളൊന്നും അങ്ങനെ വരില്ല, ഇങ്ങോട്ട് കയറില്ല. പക്ഷേ ഈ ഒരു ഈവനിങ് ആയി കഴിഞ്ഞാൽ നല്ല വെളിച്ചം, നല്ല വെയില് ഈ വീടിന്റെ ഉള്ളിലേക്ക്, ഈ കാവിന്റെ ഉള്ളിലേക്ക് കയറുകയായി. അപ്പോൾ ആ പാച്ചൊക്കെ കാണാനും നല്ല ഭംഗിയാണ്. വെളിച്ചം കളമെഴുതുന്ന ചില കാഴ്ചകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ ബാമ്പു ഉണ്ട്. ഇനി വേറൊരു സർപ്രൈസ് സ്ഥലം കാണിച്ചു തരാം. നമ്മളിങ്ങനെ കിടന്നിങ്ങനെ പോകുമ്പോൾ നമ്മൾ കയറി വരുന്ന ഭാഗത്താണ് ഡൈനിങ് സ്പേസെങ്കിലും കൈ കഴുകാനായിട്ട് ആളുകൾ കുറച്ചൊന്ന് വിഷമിക്കും. കാരണം അതിങ്ങനെ കടന്നിങ്ങനെ വന്നിട്ട് വേണം. ലൈക്ക് അതിൻ്റെതായ പ്രൈവസിയും കാര്യങ്ങളും കൊടുക്കാനാണ്. കാരണം ഈ ഒരു വാഷ് ഏരിയ കുറച്ച് ഹിഡൻ ആയിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ബട്ട് വാഷ് ഏരിയയിലേക്ക് വന്നാലും അതിൻ്റെ ഒരു ഫീലും
ടോട്ടൽ ആ ഒരു ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാം. അതെ അതെ അതെ, ഒരിക്കലും മനസ്സിലാവില്ല ഇവിടെയാണെന്നുള്ളത്. അതെ അതെ. അത് ഇങ്ങനെ ഒരു അറ്റത്താണ് കൊടുത്തിരിക്കുന്നത്. അത് പോർട്ടബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അല്ല ഹാങ്ങിങ് ആയിട്ടാണോ? ഇത് എന്താ പറയാ, ട്രഡീഷണൽ കോൺസെപ്റ്റ് തന്നെയാണ് ഇത് കൊടുത്തേക്കുന്നത്. നമ്മുടെ പഴയ ആർട്ട് കട്ടിലില്ലേ, സോ അതിന്റെ ഒരു കോൺസെപ്റ്റിലാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ മുകളിൽ വാഷ് ബേസിൻ, ഒരു ആന്റിക് ഡബിൾ മിറർ ഒക്കെ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ആട്ടുന്ന ഹാൻഡ് വാഷ് ഏരിയ ആദ്യമായിട്ട് കാണാം. സാധാരണ നമ്മളൊരു വീടിന്റെ കയറി വരുമ്പോൾ ലിവിംഗ് സ്പേസ് കാണിക്കുന്നത്, പക്ഷേ ഇത് നമുക്ക് കാവാണ് മുഖ്യം, അതുകൊണ്ട് കാവിലേക്ക് പോയത്. അപ്പം ഇതാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് വരുന്നത്. കയറി വരുമ്പോൾ ലെഫ്റ്റ് പോർഷനാണ് വന്നിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കൊടുത്തേക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ ഒരു മെറ്റീരിയൽ പാലറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു നാച്ചുറൽ എലമെന്റ് ആണ്. ഡെത്ത് ആൻഡ് കെയിന്റെ സീറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്, വുഡനാണ്. പിന്നെ കളർ കോംബോ ആണെങ്കിലും ഒരു ട്രഡീഷണൽ പാലറ്റിലാണ് എല്ലാം പോയേക്കുന്നത്. ഭയങ്കര നീറ്റ് ആൻഡ് എന്താ പറയാ, കുറച്ച് ക്ലാസിക് സ്റ്റൈലിലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. യെസ് യെസ്. ഫ്ലോർ എന്ന് പറയുന്നത് ഓക്സൈഡ് ഫീൽ, ഓക്സൈഡ് ആണോ? ഇത് അത്തംകുടി ഫ്ലോറിംഗ് ആണ്, നമ്മുടെ പഴയ ചെട്ടിനാട് അവിടെ നിന്ന് സോഴ്സ് ചെയ്തിട്ടുള്ള ടൈലാണ്. സോ അതിന്റെ ഒരു ലൈക്ക് ഇൻപെർഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ക്ലാസി ഫീൽ അതിന് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ടി വി യൂണിറ്റും അതിന്റെ കൺസോളൊക്കെ വന്നിരിക്കുന്നു. ഒരു കൺസോൾ ടേബിളുകൾ 2 അവിടെ ഇവിടെ ആയിട്ട് വന്നിരിക്കുന്നു. ഒരു സോഫ. ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ജനലുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇൻഡിവിജ്വൽ ആയിട്ടാണ്. അതൊന്ന് ബ്രേക്ക് ചെയ്യാനാണ്, ടോട്ടൽ എന്താ പറയാ ഫോമിനൊന്ന് ബ്രേക്ക് ചെയ്യാനാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ബേവിന്റെ കൊടുത്തിട്ടുണ്ട്. ഒരു ഔട്ടർ ലൈക്ക് ഗാർഡൻ സ്പേസിലേക്കുള്ള ഒരു വ്യൂ ആയിട്ടാണ് ആ ഒരു ബേവിന്റെ പ്രൊവൈഡ് ചെയ്തത്. സ്ലൈഡിംഗ് ബേവിന്റെ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ഇതിന്റെ പറയുകയാണെങ്കിൽ ഇതൊരു ഡബിൾ ഹൈറ്റ് ആണ്, അതൊരു G+2 ഹൈറ്റ് ആണ്. സോ പെട്ടെന്ന് നോക്കുമ്പോൾ ആ ഒരു പെട്ടെന്ന് മാറുന്ന ഒരു ട്രാൻസിഷൻ ഇല്ല, നീറ്റ് ട്രാൻസിഷൻ ആണ്. സിറ്റ് ഔട്ട് എന്ന് വരുന്നത് ലൈക്ക് സിംഗിൾ ഹൈറ്റ്, പിന്നെ ഡബിൾ, പിന്നെ അതേപോലെ തന്നെ ഒരു ട്രിപ്പിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. സ്ലോപ്പ് ആയിട്ട് ഇങ്ങനെ കയറി പോവാണ്. പെട്ടെന്ന് കയറുമ്പോൾ നമുക്ക് ഒരു ക്ലോസ്ട്രോഫോബിക് ഫീൽ ഒന്നും കിട്ടില്ല, ഒരു നീറ്റ് ആയിട്ടാണ്. ഒരു സ്റ്റേഡിയത്തിലെ സീറ്റിംഗ് സെറ്റപ്പ് പോലെയാണ്, സ്ലോപ്പ് ആയിട്ട് ഇങ്ങനെ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നൈസ്. വേറൊരു ബാൽക്കണി സ്പേസ് ഉണ്ട്. അത് ബെഡ്റൂം അല്ല, അത് നമ്മുടെ ക്ലയന്റിന്റെ വർക്ക് സ്പേസ് ആണ്. സോ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ലൈക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ സ്ഥലത്തേക്ക് വരുമ്പോഴാണ് കിച്ചൺ സ്പേസ് വരുന്നത്. കിച്ചണും ഡൈനിങ്ങും വരുന്നത്. ഓക്കെ. ഒരു സ്ഥലത്ത് ബെഞ്ച്, പിന്നെ അപ്പുറം ചെയറുകൾ കൊടുത്തിരിക്കുന്നു. ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കെയിൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള ചെയറാണ് കൊടുത്തിരിക്കുന്നത്. ലൈക്ക് ഫാമിലി മെമ്പേഴ്സ് കൂടുതലാണ്. അതേപോലെ തന്നെ ഈ ക്ലയൻറ്റ് ഞങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഇങ്ങനെയായിരുന്നു ഡിസൈൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മൾട്ടിപ്പിൾ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൈനിങ് ഏരിയയിലേക്ക് മാത്രം അത്ര ഗ്രീൻ സ്പേസ് ഉണ്ടായിരുന്നില്ല വേറൊരു ഡിസൈനിൽ. അങ്ങനെയാണ് ഈ ഒരു ടോട്ടൽ ഏരിയ ഒക്കെ ഡെവലപ്പ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഈവനിങ് ആയപ്പോഴത്തേക്കും ആ വാളിലൊക്കെ വരുന്ന പാച്ച് കണ്ടോ, ആ ഒരൊറ്റ ഏരിയ പ്ലാന്റ് വെച്ചിരിക്കുന്ന ഏരിയക്ക് ആ ഒറ്റ സൂര്യപ്രകാശത്തിന്റെ എലമെന്റ് കൊണ്ട് തന്നെ ലുക്ക് മാറി. ഭയങ്കര ഓർണമെന്റേഷൻ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. വെരി മിനിമൽ, നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫേർണിച്ചേഴ്സ് ചെയ്തു. വെരി മിനിമൽ ആയിട്ടാണ് സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാവുന്ന രീതിയിലാണ്. അതെ. ഇവിടെ സ്ലൈഡിങ് ഫോൾഡിങ് വിൻഡോസ് ആണ് കൊടുത്തേക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കിച്ചൺ ലൈക്ക് എയർ കണ്ടീഷൻഡ് ആണ്. സോ ഈ വീട്ടിൽ എല്ലാ മോഡേൺ അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സ്ലൈഡിങ് ഫോൾഡിങ് ഡോർസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ. ശരിക്കും ഈ വീട്ടിൽ എത്ര ആട്ടുകെട്ടിലുണ്ട്? ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അത് പിന്നെ വാഷേരിയലായതുകൊണ്ട് ഇതിന്റെ പ്ലേസ്മെന്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ആക്ച്വലി ആ ഒരു കോർട്ട്യാർഡിനെ ഫേസ് ചെയ്തിട്ട് നമുക്ക് ഇരുന്നിട്ട് ആടാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ ഫാമിലി ടൈം അവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരോട് സംസാരിച്ചോണ്ടിരിക്കാം. ഭയങ്കര പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ഒരു. ഞാൻ കുറെ നേരം ഇരുന്നായിരുന്നു. ഇനി ഈ പീസ്ഫുൾ ഏരിയയുടെ നടുക്കൂടെ പോയാലാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്നത്. ഇവിടെ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലേ? ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് പാരന്റ്സ് ബെഡ്റൂം ആണ്. എല്ലാവർക്കും ഇത്രയും ഫ്ലോർ ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണം ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോകുന്ന വഴി അത് വളരെ വ്യത്യസ്തമാണ്. മറ്റേ ബാംഗ്ലൂർ ഡേയ്സിൽ പറയുന്നല്ലേ. മാസ്റ്റർ ബെഡ്റൂമിന്റെ മെയിൻ ഡോർ കൊടുത്തേക്കുന്നത് സ്ലൈഡിംഗ് ഡോർ ആയിട്ടാണ്. സോ ഇവിടുന്ന് മാസ്റ്റർ ബെഡ്റൂം ആണല്ലോ, സോ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ അത്രയും അധികം ലൈറ്റിന്റെ പ്ലേ ആണ് ഇവിടെ ഉള്ളത്. ലൈക്ക് 3 സൈഡ് ഓപ്പണിംഗ് ആണ്, അത്രയും ക്രോസ് വെന്റിലേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ്. ശരിക്കും ഇത് കോർട്ട്യാർഡ് ആണോ റൂമാണോ എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ്. പക്ഷെ എന്നാലും പ്രൈവസി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബോളും കുറച്ച് ഹൈറ്റ് കൂടിയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും ഒരു ഗ്രീൻ സ്പേസിൽ ജീവിക്കുന്നു. അത് തന്നെ ഈ ബെഡ്റൂമിൽ കൊടുത്തേക്കുന്നത് ഒരു ഇൻബിൽഡ് കോട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ 2 സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇൻബിൽഡ് ആണ്. പിന്നെ ഇന്റീരിയേഴ്സ് എന്ന് പറയാനാണെങ്കിലും ഹെഡ് ബോർഡ് ഭയങ്കര മിനിമൽ ആയിട്ടാണ്. ഇത് സോക്കറ്റ് ഫിനിഷ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ തടിമിൽ നിന്ന് അറുത്ത് വരുന്ന അതേ ഫിനിഷ് ഇല്ലേ, അത് പോളിഷ് ചെയ്തിട്ടേക്കുന്നതാണ്. ഒരു പാറ്റേണും പല നല്ല രസമുണ്ടല്ലോ കാണാൻ. സൈഡിലും അതെ, സൈഡിൽ വരുന്നത് ഹാങ്ങിങ് ലൈറ്റും വാൾ പെയിന്റിംഗ്, പിന്നെ ഒരു സ്റ്റഡി ടേബിൾ നല്ല രീതിയിലാണ്. ഈ കർട്ടൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലല്ലേ? ഇത് പെൽമെറ്റ് ആണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് എലമെന്റ് ആക്കാൻ വേണ്ടിയിട്ട് ചുറ്റും ഞാൻ ഓടിച്ചു ആ ഒരു പെൽമെറ്റ്. അപ്പം അതിന്റെ ഉള്ളിലായിട്ട് വരും കർട്ടനും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അതിങ്ങനെ ഒരു
എന്താ പറയുക ലേഡായിട്ട് അങ്ങനെ കിടന്നോളൂ. പിന്നെ ഇതിന്റെ ഓട്ടോമേറ്റഡ് ആണ്, മെഷീൻസും കാര്യങ്ങളൊക്കെ ഇതിനുള്ള ഹിഡൻ ആണ്. ഓഹോ. ബാക്കിലാണ് പിന്നെ വാക്കിംഗ് ക്ലോസറ്റ് വരുന്നുണ്ട്, അതിന്റെ ബാക്കിൽ പിന്നെ ടോയ്ലറ്റും വരുന്നത്. അങ്ങനെ നമ്മൾ കാണാൻ കൊതിച്ചിരുന്ന ഇവിടുന്ന് നോക്കുമ്പോഴുള്ള ആ കോർട്ട്യാർഡിന്റെ ആ ലുക്ക് ഉണ്ടല്ലോ, ഒന്നൊന്നരയാണ് എൻ്റെ അമ്മോ. മാവിനെ നമ്മൾ വളരെ അടുത്ത് ഒരു ബ്രാഞ്ചിൽ നിന്ന് നോക്കുന്ന പോലെ കാണാൻ പറ്റും. ശരിക്കും നല്ല മെയിൻ്റെനൻസും വേണ്ട സ്ഥലമാണ്. അതെ, ഇതെല്ലാം ഡ്രിപ്പ് ഇറിഗേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മന്ത്ലി മെയിൻ്റെനൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രശ്നം ഇൻഡോർ പ്ലാന്റ്സിന്റെ വെച്ചാൽ ലൈറ്റ് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമാണ്. അതിവിടെ ഒരു പ്രശ്നമേ അല്ല. ലൈക്ക് മാക്സിമം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ക്രോസ് വെന്റിലേഷനും കാര്യങ്ങളും ഉണ്ടാക്കാൻ ലൈക്ക് ഒരു ടൈപ്പ് പിവറ്റ് വിൻഡോസ് ആണ് ചെയ്തേക്കുന്നത്. സോ പല ലെവലിൽ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. കുറച്ചും കൂടി കുറയ്ക്കണമെങ്കിൽ ലൈക്ക് അങ്ങനെ വെക്കാം, അങ്ങനെയും കുറയ്ക്കാം. ഡയറക്റ്റ് വെയിലടിക്കാതെ ആക്കാൻ വേണമെങ്കിൽ ഫുൾ ഓപ്പൺ ആയിട്ട് വെക്കാം. ഈ മാവ് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവില്ലേ അർജുൻ, ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ഒരു വീടിന്റെ ഉള്ളിൽ ഒരു മാവ് നിൽക്കുന്നു, ഇതിന് ഭയങ്കര അധികം വളർച്ചയും കാര്യങ്ങളൊന്നും ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്ക് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ഫുൾ ഗ്രീൻ ആയിട്ട് നമുക്ക് നിൽക്കും. കാരണം അത്യാവശ്യം വെന്റിലേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ഓപ്പൺ ആയ കാരണം വെളിച്ചവും കിട്ടും. ആ ഒരു വായു സഞ്ചാരമൊക്കെ ഉള്ള കാരണം മെയിൻറ്റൈൻഡ് ആയിട്ട് നിൽക്കും. വരുന്നവരെല്ലാം ആദ്യം നോക്കുക ഈ മാവ്. ഇതാണ് ഈ ഒരു വീടിന്റെ ഐഡന്റിറ്റി. പഴയ വീട് വെച്ചാൽ തറവാട്ടിലെ പൂജ സ്പേസ് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു. അപ്പൊ എനിക്കത് കുറച്ചും കൂടി എന്താ പറയാ ഇമ്പോർട്ടൻറ്റ് കൂട്ടണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തു. വെറുതെ ഒരു ഓപ്പൺ സ്പേസ് അല്ല, ലൈക്ക് ആ ഒരു സെൻട്രൽ ഫോക്കസ് എലമെന്റിലേക്കാണ് ഇത്രയും ഫോക്കസ് കൊടുത്തത്. കുറച്ച് വിശ്വാസികളായിട്ടുള്ള ഒരു കുടുംബമാണ്. അതെ. സോ അവർക്ക് ഇത് കുറച്ചുകൂടി ബെറ്റർ തോന്നി. അതെ. ഇങ്ങനെ മരം നമുക്ക് ഇതിലേക്ക് കയറി പോയി മാങ്ങ പറിക്കാൻ വേണമെങ്കിൽ സീസൺ ആകുമ്പോൾ ഇതിലേയും പോകാം. നല്ല സീസൺ ആകുമ്പോൾ മാമ്പഴമൊക്കെ വീടിന്റെ നടുമുറ്റത്ത് വീഴുമായിരിക്കും അല്ലേ? വീഴും. എന്തൊരു ഭംഗിയായിരിക്കും. പണ്ടത്തെ പിള്ളേരൊക്കെ ആണെങ്കിൽ ചാടി എടുത്തത്, ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം അറിയില്ല. ഇത് നെക്സ്റ്റ് ഒരു ചെറിയ പ്ലാറ്റ്ഫോം മുകളിലായിട്ടാണ്. പ്ലാറ്റ്ഫോം ലൈക്ക് ഇതിന്റെ ഈ ഒരു ഏരിയ ഒന്നും കംപ്ലീറ്റ്ലി പ്ലാൻഡ് ആയിരുന്നില്ല, ഓൺ സൈറ്റിലായിരുന്നു ഞങ്ങൾ ഡിസൈഡ് ചെയ്തത്. കാരണം ഈ മരത്തിന്റെ എങ്ങനെയാണ് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളതൊന്നും നമുക്ക് കറക്റ്റ്ലി 3D ഡെവലപ്പ് ചെയ്യാൻ ഡ്രോയിങ്സ് ഒന്നായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് വന്നതായിരുന്നു. കട്ട് ചെയ്ത് മരം എങ്ങനെ പോകുന്നു അങ്ങനെ തന്നെ വീടും പോകണം അല്ലേ? അല്ലാതെ വീട് പോകുന്ന പോലെ മരം പോകണ്ട. ഇവിടുന്ന് ഈ സ്റ്റെയർ പോയിരിക്കുന്നുണ്ടോ, ആ മരത്തിന്റെ 2 ബ്രാഞ്ചസിന്റെ ഇടയിൽ കൂടെയാണ് അടുത്ത ഫ്ലോറുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്റ്റെയർ പോയിരിക്കുന്നത്. മാക്സിമം കട്ട് ചെയ്യാണ്ട് ഒഴിവാക്കി. ലൈക്ക് ഹൈറ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ള എക്സിസ്റ്റിംഗ് ബ്രാഞ്ചസ് ഒക്കെ ഞങ്ങൾ ലൈക്ക് അധികം ബാധിക്കാത്ത രീതിയിലൊക്കെ ഞങ്ങൾ. അപ്പം നമുക്ക് ഇനി ഇവിടെ ഉള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് വരുന്നത്. ഗസ്റ്റ് ബെഡ്റൂം ആണ് വരുന്നത്. ഗസ്റ്റ് ബെഡ്റൂമിലാണെങ്കിലും നമ്മുടെ ഹെഡ് ബോർഡിന്റെ ബാക്കിൽ ആ മാവിന്റെ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. നമുക്കൊരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്. മരം കാണുന്ന ഫ്രെയിമാണ്, അതിനാണ് പൈസ. അതെ. അത് വേണമെങ്കിൽ നമുക്ക് കർട്ടൻ ഇട്ടിട്ട് കവർ ചെയ്യാം, കാര്യങ്ങളൊക്കെ ആയിട്ട് കവർ ചെയ്യാം. ഒരു ബാൽക്കണി സ്പേസ് അഡീഷണൽ ആയിട്ട് ബോണസ് ആയിട്ട് ഈ ബെഡ്റൂമിന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ അവിടേക്ക് വരുന്ന പാച്ച് ലൈറ്റിംഗ്, അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കബോർഡ്സ് വാർഡ്രോബ് സ്പേസ് എല്ലാം ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒരു വാർഡ്രോബ് സ്പേസ് കൊടുത്തു. ഇപ്പോൾ വാർഡ്രോബിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിലും എല്ലാം ഒരു കുറച്ച് സട്ടിലായിട്ടാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ലൈക്ക് ലാമിനേറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പ്ലൈവുഡ് തന്നെ ഞങ്ങൾ എന്താ പറയുക ഫിനിഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ഹാൻഡിൽസ് ഒക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഹാൻഡിൽസ് ഒരു ബീഡിങ്ങും അതിന്റെ എഡ്ജസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു റോ ഫീൽഡിൽ കിടക്കുന്നതിന് ഒരു ഭംഗിയുണ്ട്. യെസ്, അങ്ങനെ ഞങ്ങൾ ആക്കിയെടുത്തതാണ്. ഈ ബേ വിൻഡോയുടെ താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വളരെ താഴ്ന്നിട്ടുള്ള ഒരു ബേ വിൻഡോ സ്പേസ് ആണ് കേട്ടോ. മിറർ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അറ്റാച്ച്ഡ് വാഷ്റൂം ഇവിടെ വന്നിരിക്കുന്നു. ഗസ്റ്റ് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വീണ്ടും പച്ചപ്പ്, വീണ്ടും അടുത്ത കിഡ്സ് ബെഡ്റൂമിലേക്ക് അല്ലേ? കിഡ്സ് ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളും നല്ലതാണ്. ഇതിങ്ങനെ ശരിക്കും ഒരു പ്രദക്ഷിണത്തിനുള്ള ഒരു വഴിയാണെന്നാണ് പറഞ്ഞത് അല്ലേ? ഇങ്ങനെ ചുറ്റും നമുക്ക് ഈ ഏരിയനെ വലം വെക്കാം, കാവിനെ വലം വെക്കാൻ പറ്റുന്ന ഏരിയ രീതിയിൽ അങ്ങനെ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമും നമ്മുടെ ലിവിംഗ് സ്പേസും എല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലിവിംഗ് ഡൈനിങ് കാണാൻ പറ്റും, കോർട്ട്യാർഡ് സ്പേസ് കാണാം. സോ പെട്ടെന്ന് ആക്സസിബിൾ ആണ്. ലൈക്ക് ഇത്രയും ഒരു സ്കെയിലുള്ള ബിൽഡിങ്ങിൽ നമുക്ക് എന്താ പറയാ എല്ലായിടത്തേക്കും കണക്ഷൻ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറ്. സോ എല്ലായിടത്തേക്കും നല്ല ആക്സസിബിൾ ആണ്. അതാണ് ഈ പാലമാണ് ഇതെല്ലാം ബന്ധിപ്പിക്കുന്ന സ്ഥലം. ഇതാണ് ഈ ഇല്ലത്തെ കുട്ടികളുടെ മുറി. അതെ അല്ലേ? കുട്ടികളുടെ ഇടമാണ്.
അത് ഇച്ചിരി നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവർക്കുള്ള സ്റ്റഡി ടേബിൾ, ലോങ്ങർ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. 2 പേരാണുള്ളത്, 2 പേർക്കും സെപ്പറേറ്റ് സ്റ്റഡി ടേബിളും, പിന്നെ ലൈക്ക് ലോങ്ങർ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് 2 ഭാഗത്തും ബുക്ക് ഷെൽഫും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതെ, മുകളിൽ സ്റ്റോറേജ് സ്പേസ് എങ്ങനെ വന്നിട്ട് വാർഡ്രോബ് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നു. അതാണ് ബെഡ് സ്പേസ് വരുന്നത്. അതെ അതെ. അതിന്റെ സൈഡ് ടേബിളുകൾ, ഗിറ്റാർ കുറച്ചുകൂടെ ക്രിയേറ്റീവ് സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഡ്രോയിങ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കേർട്ടൺ പോകാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ആ ഒരു ഫ്രെയിം കംപ്ലീറ്റ്ലി ഞാൻ റൺ ചെയ്യുന്നത്. അതൊരു തീമാണ് ഈ വീട്. തീമാണ്. ഈ വീടിന് കൊടുത്തിട്ടുണ്ട് ഒരു 1.5 ബാൽക്കണി സ്പേസ്. നമ്മുടെ ഫ്രണ്ട് ഫേസിംഗ് ആണ് ഈ ബാൽക്കണി കാര്യങ്ങൾ. താഴോട്ട് നോക്കാം, മുറ്റം കാണാം, ഉമ്മറം കാണാം അല്ലേ. നമ്മുടെ ഓടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ, മുകളിൽ മുഴുവൻ ഓടാൻ കൊടുത്തത്. ഓക്കെ, സ്ലോപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്, കാണാം. നീളത്തിലുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം GI ട്യൂബ് ആണ് നമുക്ക് ഈ ഓടിന് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. GI ട്യൂബ് ചെയ്തേക്കുന്നത്. അതിൽ ലൈക്ക് മാംഗ്ലോ ടൈൽസ് നമ്മുടെ നാടൻ ഓട് വെച്ചിട്ടാണ് എല്ലായിടത്തും ചെയ്തേക്കുന്നത്. ഓക്കെ നൈസ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഈ സമയത്താണ് വീടിൻ്റെ ഉള്ളിലേക്ക് നല്ല സൂര്യപ്രകാശം എത്തുന്ന സമയം, വൈകുന്നേര സമയമാണ്. അതെ. ഇപ്പം മുഖത്തോട്ടൊക്കെ നല്ല വെളിച്ചടിച്ചു തുടങ്ങി. ബെഡ്റൂം അല്ലെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ബെഡ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഉച്ചമയക്കത്തിനൊക്കെ അല്ലേ. അതെ. പഴയ വീട്ടിലത്തെ ഒരു ബെഡ് കോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിവിടെ സിംഗിൾ കോട്ടായിരുന്നു, അത് ഇവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പഴയ കുറച്ച് എന്താ പറയാ ബുക്ക് ഷെൽഫും കാര്യങ്ങളും, ലൈബ്രറി സ്പേസ്, കുറച്ച് വായനയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഒരു ബേവിന്റെ കൊടുത്തിട്ടുണ്ട്. അത് നേരെ നമ്മുടെ ലിവിംഗ് ഏരിയയിലേക്ക് ഓവർലിക്കുന്ന ഒരു ബേവിന്റെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. താഴോട്ട് നോക്കാം. ഇവിടെ ഇരുന്നാൽ നമുക്ക് കിച്ചൺ തൊട്ട് നമ്മുടെ ലിവിങ് സ്പേസ് വരെ എല്ലാം കാണാം ഒറ്റൊരു ഫ്രെയിമിൽ അല്ലേ. നൈസ്, കിടിലൻ സ്പോട്ട്. ലൈക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിലും ആ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടാനാണ് ഈ ഒരു സ്പേസിൽ ഇങ്ങനെ കൊടുത്തത്. അതെങ്ങനെയാ ശരിയാവുക ഇവിടുന്ന് അഭിപ്രായം ചോദിക്കാനും പറ്റും. ഇവിടേക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇങ്ങനെ ആൾ ഇരിപ്പുണ്ടെന്ന്. നമ്മൾ ടോട്ടലി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തീരെ ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഇല്ല, ക്ലോസ് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ വർക്കിംഗ് സ്പേസ് വരുന്നത്, ഓഫീസ് സ്പേസ്, കമ്പ്യൂട്ടർ, അതുമായിട്ട് അനുബന്ധ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കും. ഇത് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ വർക്ക് സ്പേസിൽ തന്നെ ഒരു ബാർ യൂണിറ്റ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. നമ്മുടെ പുറത്തത്തെ ഇവരുടെ പറമ്പും കാര്യങ്ങളാണ്. സോ അവിടേക്ക് ഓവർലുക്ക് ചെയ്തിട്ട് ബാർ കൗണ്ടറും ഒരു ഹൈ ചെയർ 2 കൊടുത്തിട്ടുണ്ട്. ബാർ കൗണ്ടറിന് പറ്റിയ സ്ഥലം, പുറത്തോട്ടൊക്കെ കാണാം അല്ലേ. ഓഫീസ്, സ്ട്രെസ് റിലീഫ് ഇല്ല, അങ്ങനെ ആ ഒരൊറ്റ കോർത്തിണക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഹാൻഡ് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അവരുടെ ഒരു പാർട്ടി സ്പേസ് ഒക്കെ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു നില കൂടെ ഉണ്ട് ഈ വീടിന്. എൻ്റെ മക്കളെ, ഇവിടുന്ന് ഒരു വീടിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. വല്ലാത്തൊരു കാഴ്ചയാണ്, ഒന്നും പറയാനില്ല, സമാനതകളില്ല ഈ ഒരു വിഷ്വലിന്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ അഴികളൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ പഴയ തറവാട്ടിലൊക്കെ കാണാം. സോ അത് റെപ്രസെന്റ് ചെയ്യാനാണ്. സോ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് യാർഡൊക്കെ കാണാൻ പറ്റും അല്ലേ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ മരത്തിന്റെ ബ്രാഞ്ചസിന്റെ ഇടയിൽ കൂടെ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർസ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. കർവ് ചെയ്ത് അങ്ങനെ പോയിരിക്കുകയാണ്. ക്രിയേറ്റീവ് ആയിട്ട് വന്നു. അതെ, വന്നു എന്നുള്ളതാണ്. കണ്ടാ, ഇതാണ് ഇങ്ങനെ കയറാം. ഇവിടെയൊക്കെ മാങ്ങ ഉണ്ടെങ്കിൽ രസമല്ലേ പറിക്കാൻ, എളുപ്പമാണ്. വാ, ഒരു ചെറിയ ജിം സ്പേസ്, അത്യാവശ്യം വർക്കൗട്ടിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസ് ആണ് കേട്ടോ. നമുക്ക് ഈ ഫ്ലോർ വരെ ലിഫ്റ്റ് അവൈലബിൾ ആണല്ലേ. അതെ. ജിമ്മിലൊക്കെ പോയി ക്ഷീണിച്ച് പോകുമ്പോൾ ലിഫ്റ്റിൽ ഇറങ്ങാം. പിന്നെ നെക്സ്റ്റ് ഈ ഫ്ലോറിൽ വരുന്നതാണ് ഹോം തിയേറ്റർ വരുന്നത്. അതൊരു വളരെയധികം ഒരു റിക്വയർമെന്റ് ആയിരുന്നു. എത്ര ലൈക്ക് ഒരു ട്രഡീഷണൽ ക്യാരക്ടർ ആണെങ്കിലും എല്ലാ ഒരു അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഹോം തിയേറ്റർ ഇവിടെ ഒരു 4 സീറ്ററും ബാക്കി ഞങ്ങൾ ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ പഴയ വീട്ടിലത്തെ ബെഡും കാര്യങ്ങളുണ്ടായിരുന്നു. അതന്നെ ഫ്ലോറിൽ ഇട്ടിട്ട് ലൈക്ക് അത് മൾട്ടി യൂസ് ആയിട്ട് ചെയ്യും. അതിനിപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങി പോയാലും കുഴപ്പമില്ല, രാവിലെ ആയിട്ട് പോയാൽ മതിയല്ലോ അല്ലേ. ആ രീതി റിക്ലൈനർ സോഫയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ചെറിയൊരു വാഷ്റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹോം തിയേറ്റർ സ്പേസ് ആണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നോക്കിയേ താഴേക്ക്, അതുപോലെ ആ സൈഡിലുള്ള വിൻഡോസ് എല്ലാം ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. കൂടുതൽ ന്യൂ സ്റ്റൈലുള്ള വീടുകളൊന്നും അത്ര താല്പര്യമില്ല. പക്ഷെ നമുക്ക് വീട് അങ്ങനെ തന്നെ വേണം, പക്ഷെ എല്ലാ അമ്യൂണിറ്റീസ് വേണം എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര താല്പര്യമായിരുന്നു. കുറേ പേരെ വിളിച്ചു, പക്ഷേ അർജുനാണ് ആദ്യം കണക്ട് ആയത്. പിന്നെ ആ കണക്ഷൻ അങ്ങനെ തന്നെ സെറ്റായി. ആ സമയത്താണ് നമ്മൾ വളരെ ക്ലിയർ ആയിരുന്നു. നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജുനോടന്ന് പറഞ്ഞത് പഴയ വീടാണ്, പഴയ വീടിൻ്റെ എല്ലാ സാധനങ്ങളും പരമാവധി റീയൂസ് ചെയ്യണം, പക്ഷേ മരങ്ങളൊന്നും മുറിക്കാൻ പാടില്ല. ഇവിടെ കുറേ മരങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര തണുപ്പ് വേണം.
ബിക്കോസ് ഞാൻ ബാംഗ്ലൂരിലായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തണുപ്പ് ക്ലൈമറ്റ്. ഈ വീട്ടിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ആദ്യത്തെ സംഭവം ഇതായിരുന്നു ഞാൻ പൊട്ടിക്കരഞ്ഞു. ആൻഡ് എനിക്ക് ഓ മൈ ഗുഡ്നെസ്, ദിസ് ഈസ് ദ ഡ്രീം ഹൗസ് വാട്ട് ഐ വാണ്ടഡ്. എല്ലാതും ബാങ് ഓൺ, പ്ലാൻസിന് തൊട്ടിട്ട് എല്ലാതും കണ്ടപ്പോൾ തന്നെ പറഞ്ഞു എന്തൊരു രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാ ഡീറ്റെയിലും. അർജുൻ ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും എല്ലാ ക്വസ്റ്റ്യനൈസും ചോദിച്ചു എവിടെയൊക്കെ എന്തൊക്കെയാണ് വേണ്ടത്. അർജുൻ ആൻഡ് ടീം അവർ മേക്ക് ഷുവർ ചെയ്തു എല്ലാതും കറക്റ്റ് സ്ഥലത്തേക്ക് വേണം. അവർ ഞങ്ങളുടെ എല്ലാ സംഭവങ്ങളും പ്രോപ്പർലി കേട്ട് അവർ അതിനെ ശരിക്കായിട്ടും അവർ കൊണ്ടുവന്നു. ആൻഡ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ആംബിയൻസ്, പോസിറ്റിവിറ്റി. ഇവിടെ ഉറങ്ങുമ്പോൾ ഐ ഫീൽ സോ പീസ്ഫുൾ. The ambience is beautiful, and yes, the construction is amazing, the ambience is amazing, and the positivity. Everybody in this house comes in and they say, wow, we want to live in your house. വളരെ സമ്മോഹനമായിട്ടുള്ള ഒരു എപ്പിസോഡ്. ശിവോഹം ഇഷ്ടപ്പെട്ടു. ഒരു ഈവനിങ് സമയമായിരുന്നു, നല്ലൊരു സായാഹ്നം ശിവോഹത്തിൽ. അടിപൊളിയായിട്ടുണ്ട്. നല്ല വീട്, അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വീട്. കൊള്ളാം കേട്ടോ, അടിപൊളി. അവിടുത്തെ പേര് നേക്കഡ് വോളിയം ആർക്കിടെക്ചർ സ്റ്റുഡിയോ ആണ്. തൃശ്ശൂരാണ് ഇപ്പോൾ ഉള്ളത്. ലൈക്ക് ഒരു ബ്രാഞ്ചും കൂടി ഉണ്ട് ബാംഗ്ലൂർ, ഇന്ദ്രാനഗർ. ഇത്തരം ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്കുകൾ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അടിപൊളി. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് us. അപ്പം അടിപൊളി വർക്കുകൾ കിട്ടട്ടെ. നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നേക്കഡ് വോളിയം. അതെ, യെസ്. അപ്പോൾ വീട്ടുകാർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ അടിപൊളിയായിട്ട് ഈ വീട്ടിലങ്ങോട്ട് കഴിഞ്ഞുകൂടെ സാധിക്കട്ടെ. പുതിയൊരു അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പോൾ അർജുൻ, ഹോൾ ഫാമിലി ഒരു ബൈ പറഞ്ഞേരെ. ബൈ.